മറ്റൊന്ന് വിജയുടെ രാഷ്ട്രീയം ഹിറ്റാകുമോ, ബോക്സ് ഓഫീസിൽ 8 നിലയിൽ പൊട്ടുമോ എന്നുള്ളതാണ്. രണ്ടിനും നിരവധി ഉദാഹരണങ്ങളുണ്ട്. സിനിമയിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് മുഖ്യമന്ത്രി കസേരയേറിയ MGRൻ്റെയും ജയലളിതയുടെയും കഥയുണ്ട്. അതിനപ്പുറം സ്വന്തം തിരക്കഥകൾ രചിച്ചുകൊണ്ട് സിനിമയെ രാഷ്ട്രീയ തിരക്കഥകളാക്കി മാറ്റിക്കൊണ്ട് തമിഴ്നാടിൻ്റെ മനസ്സു നിയന്ത്രിച്ച കരുണാനിധിയുടെ വിജയകഥയുണ്ട്. ഒപ്പം MGRനൊപ്പം തലപ്പൊക്കമുള്ള നടനായിരുന്നിട്ടും പല പാർട്ടികൾ മാറി പോവുകയും സ്വന്തം പാർട്ടി പലതവണ രൂപീകരിക്കുകയും ചെയ്തിട്ടും എല്ലായിടത്തും പൊട്ടിപ്പോയ ശിവാജിയുടെ കഥയുണ്ട്. ഇങ്ങ് രജനീകാന്ത് ഇപ്പോൾ രാഷ്ട്രീയം തുടങ്ങും, രാഷ്ട്രീയ പാർട്ടിയിൽ കടക്കുന്നുവെന്ന് പലവട്ടം പറഞ്ഞിട്ടും രാഷ്ട്രീയ പാർട്ടി തുടക്കത്തിൽ തന്നെ പട്ടുപോയ ആ രജനീകാന്തിൻ്റെ കഥയുണ്ട്. അല്ലെങ്കിൽ കമലഹാസൻ വലിയ കൂളിളക്കമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ കഷ്ടിച്ച് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ മാത്രം നിൽക്കുന്ന കമലഹാസനുണ്ട്. അങ്ങനെ ശരത് കുമാർ മുതൽ നെപ്പോളിയൻ മുതൽ അങ്ങനെ നിരവധി നേതാക്കൾ, വിജയകാന്ത് അടക്കമുള്ള നിരവധി നേതാക്കളുടെ നേട്ടങ്ങളുടെയും തകർച്ചകളുടെയും കഥകളുണ്ട്. ഇതിൽ എന്താവും വിജയെ കാത്തിരിക്കുക എന്നത് കാലം നൽകേണ്ട ഉത്തരമാണ്.